Hello everyone, welcome to Kids Area Online. അഞ്ചാം ക്ലാസ്സിൽ ബേസിക് സയൻസ് എക്സാം കഴിഞ്ഞിരിക്കുകയാണല്ലേ. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? എളുപ്പമായിരുന്നില്ലേ? ആൻസേഴ്സ് ഒക്കെ നോക്കാവോ? നോക്കാം. യെസ്. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിന്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG, UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് ആണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിന്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഒന്നാമത്തെ ചോദ്യം, എക്സാമിൻ ദ ഫുഡ് ചെയിൻ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദ കറക്റ്റ് വൺ. ഇതിൽ കറക്റ്റ് വൺ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഗ്രാസ്, ടൈഗർ, കൗ. തെറ്റാണ്. ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. ശരിയാണോ? നോക്കാം. ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, റാബിറ്റ്, ഫോക്സ്. തെറ്റാണ്. ഗ്രാസ്, ലെപ്പേർഡ്, ഫ്രോഗ്. തെറ്റാണ്. അപ്പൊ ഇതിൽ ഏതാ ശരി ഉത്തരം വരിക? ബി ആണ് ശരി ഉത്തരം വരിക. ഗ്രാസിനെ ഗ്രാസ് ഹോപ്പർ കഴിക്കും. ഗ്രാസ് ഹോപ്പറിനെ ഫ്രോഗ് കഴിക്കും. ഫ്രോഗിനെ സ്നേക്ക് കഴിക്കും. ഓക്കെ, ഇവിടെ ഗ്രാസ് ഹോപ്പറിന് റാബിറ്റ് കഴിക്കില്ല. ഇവിടെ നമുക്ക് ഒരുപോലെ തോന്നും, പക്ഷെ ഇവിടെ ഒരു തെറ്റുണ്ട്. ഓക്കെ, ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, ഫ്രോഗ്, സ്നേക്ക്. ഇതാണ് ശരി ഉത്തരം. ബി ചോദ്യം, explain the change that will happen in the food chain when the number of Indian rat snake decreases. ഇന്ത്യൻ റാറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അല്ലെങ്കിൽ എന്താ പറ്റുക? റേറ്റ് സ്നേക്കിന്റെ കുറവ് വന്നാൽ എന്ത് സംഭവിക്കും? റാറ്റിന്റെ എണ്ണം വർദ്ധിക്കും അല്ലേ? അങ്ങനെ വരുമ്പോൾ പാഡിയോ, നെല്ലിന് എന്ത് സംഭവിക്കും? നെല്ലെല്ലാം തീർന്നു പോകും. അത് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അപ്പോൾ ഇതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ എന്താണ് പ്രശ്നമെന്ന് മനസ്സിലായല്ലോ? അത് നിങ്ങൾ എല്ലാവരും എഴുതിയിട്ടുണ്ടാവും, നമുക്ക് അറിയാവുന്നതാണ്. പ്രിപ്പയർ ഫുഡ് വെബ് ഇൻക്ലൂഡിംഗ് ദ ഓർഗാനിസം ഗിവൺ ബിലോ. ഇത് ഉപയോഗിച്ചിട്ട് ഒരു ഫുഡ് ചെയിൻ ഉണ്ടാക്കാനാണ് പറയുന്നത്. ഫുഡ് വെബ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഗ്രാസ് ആയിരിക്കും. ഗ്രാസ്. അപ്പോൾ ഗ്രാസ് എഴുതാം. ഗ്രാസ് കഴിക്കുന്നത് ഗ്രാസ് ഹോപ്പർ. ഗ്രാസ് ഹോപ്പർ. ഓക്കെ, ഗ്രാസ് ഹോപ്പറിനെ ആര് കഴിക്കും? നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ ഫ്രോഗ് കഴിക്കും. ഇവിടെ ഫ്രോഗ് കഴിക്കും. ഫ്രോഗിന് ആര് കഴിക്കും? സ്നേക്ക് കഴിക്കും. ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഗ്രാസ്, ഗ്രാസ് ഹോപ്പർ, അതുപോലെ വോമിനെ ഹെൻ കഴിക്കും. ഹെന്നിനെ ഫോക്സ് കഴിക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ എഴുതാം. ഓക്കെ, ഇതായിരുന്നു സി ക്വസ്റ്റ്യൻ. ഡി ക്വസ്റ്റ്യൻ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പാഡി ഫീൽഡ്, പോണ്ട്, desert, grassland, forest, ocean, mangrove and polar region are different types of habitats. Find out the habitat of the following organism. ഓരോരുത്തർക്കും ഹാബിറ്റേറ്റ് ഉണ്ട് അല്ലേ? അവർക്ക് വാസസ്ഥലങ്ങളുണ്ട്. ക്യാമൽ എവിടാണ്? ക്യാമൽ നമുക്കറിയാം, ക്യാമൽ മരുഭൂമിയിലാണ്, അതായത് ഡിസേർട്ടിലാണ്. ഡിസേർട്ട്. ടൈഗർ, ടൈഗർ എവിടാണ്? ഫോറസ്റ്റിലാണ്. ടൈഗർ എവിടെയാണ്? ടൈഗറിന്റെ വാസസ്ഥലം ഫോറസ്റ്റ് ആണ്. പോളാർ ബിയർ എവിടാണ്? പോളാർ എവിടെയാണ്? ആർക്ടിക്, ധ്രുവപ്രദേശത്തിലാണ്. ആർക്ടിക്. ഓക്കെ, ഡോൾഫിൻ എവിടാണ്? ഓഷൻ, അല്ലെങ്കിൽ സി എന്ന് എഴുതിയാലും ശരിയാണ്, ഓഷൻ. ഓക്കെ, അപ്പോൾ ഇതാണ് ഹാബിറ്റേറ്റ്. എ ക്വസ്റ്റ്യൻ്റെ ആൻസർ മനസ്സിലായല്ലോ. അടുത്തതിലേക്ക് പോവാം. ബി ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫിഗർ വിച്ച് ഈസ് ദ ഇൻവേസീവ് ഓർഗാനിസം. ഇൻവേസീവ് അധിനിവേശം എന്ന് പറഞ്ഞാൽ അറിയാലോ, മറ്റ് സ്ഥലങ്ങളിലുള്ളത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ. റൈറ്റ് ഡൗൺ ദ ചേഞ്ചസ് ദാറ്റ് മേ ഒക്കർ ഇൻ ദ വാട്ടർ റിസോഴ്സ് നിയർ യുവർ ഏരിയ ഇഫ് ദ ഓർഗാനിസം റീച്ചസ് ഇൻ ദ വാട്ടർ റിസോഴ്സസ്. എന്താ സംഭവിക്കുന്നേ? വംശനാശം സംഭവിക്കും അല്ലേ? ഇതെന്താ ചെയ്യുക? നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അവിടുത്തെ നാടൻ മത്സ്യങ്ങളെ ഇതെല്ലാം ഇത് കഴിക്കും. കഴിച്ചിട്ട് വംശനാശം സംഭവിക്കും. അപ്പോൾ അത് നിങ്ങൾ നിങ്ങളുടെ സെന്റൻസിൽ എഴുതിയിട്ടുണ്ടാവും.
The table given below shows the colors in plants and the pigments responsible for the colors. Examine the table and find out the correct pairs from the options. ഇതിൽ നിന്ന് കറക്റ്റ് ഓപ്ഷൻ എഴുതുക. നമുക്കറിയാം ഗ്രീൻ എന്ന് പറഞ്ഞാൽ ക്ലോറോഫിൽ ആണ്. അപ്പോൾ ഒന്ന് സി. റെഡ് എന്ന് പറഞ്ഞാൽ ഏതാണ്? റെഡ് എന്ന് പറഞ്ഞാൽ ആന്തോസയാനിൻ. ഓക്കെ. ഓറഞ്ച് എന്ന് പറഞ്ഞാലോ? കരോട്ടീൻ. യെല്ലോ എന്ന് പറഞ്ഞാലോ? സാന്തോഫിൽ. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? 1 സി ആണ്, 2 ഡി ആണ്, 3 ബി ആണ്, 4 എ ആണ്. സി ആണ് ശരി ഉത്തരം. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. Figures 1 and 2 shows the gases exchange that take place in plants during day and night. Observe figure 2. Write down the gases A and B. Gases exchange എങ്ങനെയാണെന്നാണ് പറയുന്നത്. ഡേ ടൈമിലും നൈറ്റ് ടൈമിലും. ഡേ ടൈമിൽ നൽകിയിട്ടുണ്ട്, നൈറ്റ് ടൈമിൽ നമ്മൾ എഴുതണം. എന്താണ് വരിക? എന്താണ് സ്വീകരിക്കുക? എന്താണ് നൈറ്റ് ടൈമിൽ? ഓക്സിജൻ. ഇവിടെ എന്താ വരിക? ഓക്സിജൻ. പുറത്തുവിടുന്നത് ഇവിടെ എന്താ വരിക? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. ഇതാണ് ശരി ഉത്തരം. 3A മനസ്സിലായല്ലോ? ബിയിലേക്ക് പോവാം. Fill in the blanks accordingly. I prepare food for myself, but I absorb water and minerals from the host plant. ഹോസ്റ്റ് പ്ലാന്റിൽ നിന്ന് എന്ത് ചെയ്യും? വെള്ളവും മിനറൽസും സ്വീകരിക്കും. ഫുഡ് ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കും. ആരാണ് ഇങ്ങനെ ചെയ്യുന്നത്? പാർഷ്യൽ പാരസൈറ്റ്സ് ആണ്. നമ്മുടെ ഇത്തിൽ കണ്ണിയൊക്കെ ഇല്ലേ, അതൊക്കെ അതിൽ വരുന്നതാണ്. പാർഷ്യൽ പാരസൈറ്റ്സ് ആണ്. ഇത്തിൽ കണ്ണി അതിൽ വരുന്ന ഒന്നാണ്. ലൊറാന്തസ്. ഓക്കെ. അടുത്തത് വാണ്ട. വാണ്ട എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവിക്കാൻ വേണ്ടി മാത്രം ഹോസ്റ്റ് പ്ലാന്റിനെ ആശ്രയിക്കുന്നത്. അത് എപ്പിഫൈറ്റ്സ് ആണ്. വാണ്ട എന്ന് പറയുന്നത് എന്താണ്? എപ്പിഫൈറ്റ്സ് ആണ്. എപ്പിഫൈറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാലോ? ജീവിക്കാൻ വേണ്ടി മാത്രം ഹോസ്റ്റിനെ ആശ്രയിക്കുന്നത് എപ്പിഫൈറ്റ്സ്. വാണ്ട എന്ന് പറഞ്ഞാൽ എപ്പിഫൈറ്റ്സ് ആണ്. അടുത്ത നമ്മുടെ ഇതെന്ന് പറയുന്നത് പാർഷ്യൽ പാരസൈറ്റ്സ് ആണ്. ഓക്കെ. ഇവിടെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതിയാലും നിങ്ങൾക്ക് കറക്റ്റ് മാർക്കിനായിരിക്കും. എപ്പിഫൈറ്റ്സ് എന്ന് എഴുതിയാലും മാർക്ക് തരും. ഓക്കെ. See question. Read the following statements. All organisms use oxygen and carbon dioxide for respiration. ശരിയാണോ? തെറ്റാണ്. Carbon dioxide formed in plants as a result of respiration is utilized for photosynthesis during daytime. ശരിയാണ്. Plants utilize atmospheric carbon dioxide for photosynthesis. ശരിയാണ്. Gases exchange in plants occurs through the minute pores called stomata. അതും ശരിയാണ്. അപ്പോൾ 2, 3, 4 ശരിയായി. 2, 3, 4 ശരിയാണ്. അത് വരുന്നത് ഓപ്ഷൻ എ ആണ്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. This question has two parts, 4A and 4B. Answer either 4A or 4B completely. 4A, dengue fever spreads. അതിൻ്റെ ഒരു ന്യൂസ് കൊടുത്തിട്ടുണ്ട്. Did you notice the news report? നമ്മൾ നോട്ടീസ് ചെയ്തല്ലോ. Which organism spread dengue fever? dengue fever പരത്തുന്നത് ആരാ? മൊസ്കിറ്റോ. കൊതുകാണ്. മൊസ്കിറ്റോ. ഓക്കെ. മൊസ്കിറ്റോയാണ് പരത്തുക. Write 2 other measures to avoid the conditions which favor the spread of the organism. അത് നിങ്ങൾ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ടാവും. There are diseases other than communicable diseases. Examine and complete the table. ഇവിടെ കമ്മ്യൂണിക്കബിൾ ആണെങ്കിൽ ഇവിടെ എന്താ വരിക? നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. പകരാത്ത രോഗങ്ങൾ. ഇത് പകരുന്നത്, ഇത് പകരാത്തത്. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. ഓക്കെ. നോൺ കമ്മ്യൂണിക്കബിൾ ഇവിടെ എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആയിട്ടുള്ള ഒരെണ്ണം എഴുതാനാണ് പറയുന്നത്. കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പകരുന്ന രോഗങ്ങൾ. പകരുന്ന രോഗങ്ങൾ നമുക്ക് എന്തൊക്കെ എഴുതാം? നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. കോളറ എന്ന് പറയുന്നത് പകരുന്ന രോഗമാണ്. കോളറ പകരുന്ന രോഗമാണ്. അതുപോലെ തന്നെയാണ് കോവിഡ്-19 പകരുന്ന രോഗമാണ്. പകരാത്ത രോഗങ്ങൾ സ്റ്റൊമക് പെയിൻ, വയറുവേദന, അതുപോലെ പല്ലുവേദന, ഇതൊക്കെ പകരാത്ത രോഗങ്ങളാണ്. ഇത് നിങ്ങൾ നിങ്ങളുടെ ഐഡിക്ക് അനുസരിച്ച് എഴുതിയിട്ടുണ്ടാവും. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഏതൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതാം. നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് പകരാത്ത രോഗങ്ങൾ ഏതാണോ അത് എഴുതാം. ഓക്കെ.
4B question. The table given below shows the way in which organisms enter the body and the diseases they cause. Complete the table suitably. The table complete ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ത്രൂ സോയിൽ വഴി ഉണ്ടാവുന്നത് വോംസ് ഡിസീസസ് ആണ്. അത് വോം ഡിസീസ് എന്ന് പറയുന്നതാണ് ടെറ്റനസ് നമുക്ക് എഴുതാം. ടെറ്റനസ്. ട്യൂബർക്കുലോസിസ് എങ്ങനെയാണ്? ത്രൂ എയർ, വായുവിലൂടെ പകരുന്ന രോഗമാണ് ട്യൂബർക്കുലോസിസ്. ത്രൂ ഫുഡ് ആൻഡ് വാട്ടർ, ഫുഡിലും വാട്ടറിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ടൈഫോയിഡ് എഴുതാം, ജോണ്ടിസ് എഴുതാം. ടൈഫോയിഡും നിങ്ങൾക്ക് എങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ. ജോണ്ടിസ്, ടൈഫോയിഡും ജോണ്ടിസും ഫുഡിലൂടെയും വാട്ടറിലൂടെയും പകരുന്നതാണ്. ഇനി ലെപ്രസി എന്ന് പറഞ്ഞാൽ എന്താണ്? ത്രൂ വെക്ടേഴ്സിലൂടെ പകരുന്ന രോഗമാണ്. B question. We can take care to prevent diseases by maintaining personal hygiene. Write 4 other measures to be taken care of to prevent diseases. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവുമല്ലോ. Next question. Statement. Bud rot spreads quickly to coconut trees. നമ്മുടെ തെങ്ങിന്റെ കൂമ്പ് ചീയലില്ലേ, അത് തെങ്ങുകളെ പെട്ടെന്ന് ബാധിക്കുന്നു എന്നാണ്. Plants also affect infections like animals. അനിമൽസിനെ പോലെ പ്ലാന്റ്സിനും ഇൻഫെക്ഷൻസ് അഫക്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ശരി ഏതാണ് ഇതിൽ ശരിയായിട്ട് വരിക? ഫസ്റ്റ് രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയാണോ? സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, ബട്ട് ദ റീസൺ ഈസ് റോങ് എന്നാണ് പറയുന്നത്. ശരിയാണോ? സ്റ്റേറ്റ്മെന്റ് ഈസ് റോങ്, സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, ബട്ട് ദ റീസൺ ഈസ് കറക്റ്റ് എന്ന് പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്, പക്ഷേ റീസൺ കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ കറക്റ്റ്, സ്റ്റേറ്റ്മെന്റും റീസണും കറക്റ്റ് ആണെന്ന് പറയുന്നുണ്ട്. സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ ആർ റോങ്, സ്റ്റേറ്റ്മെന്റും റീസണും റോങ് ആണെന്ന് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, റീസണും ശരിയാണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. സ്റ്റേറ്റ്മെന്റ് ആൻഡ് റീസൺ കറക്റ്റ് ആണ്. ഓക്കെ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. I don't have diseases, then why should I take injection? That is vaccination. Did you notice the conversation? Vaccination should be taken even if in the absence of illness. Write your opinion on this statement. B question. Read the situations given below. Rice batter ferments. Ari maavu pulipikkunnathu. Removes dirt from the clothes. Decomposes organic remains and out to soil. Transmit communicable diseases. ഇതിൽ ശരി ഉത്തരം വരുന്നത് ചൂസ് ദ സിറ്റുവേഷൻ ഇൻ വിച്ച് മൈക്രോ ഓർഗാനിസംസ് ആർ യൂസ്ഫുൾ. മൈക്രോ ഓർഗാനിസം ആണ് കേട്ടോ. മൈക്രോ ഓർഗാനിസം ഇതിൽ ഏതിലൊക്കെയാണ്? മാവ് പുളിപ്പിക്കാൻ ഇതിന് വേണം, ഒന്നിന് വേണം. പിന്നെ സോയിൽ ഓർഗാനിക് ഡീകമ്പോസ് ചെയ്യാൻ 1ഉം 3ഉം ആണ് കറക്റ്റ്. 1 3 കറക്റ്റ് ആവുമ്പോൾ അതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് 1 3. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. 1 3. ഓക്കെ. പ്രിപ്പയർ എ പോസ്റ്റർ, എൻവയോൺമെന്റൽ ഹൈജീൻ പോസ്റ്റർ തയ്യാറാക്കാൻ വരച്ചിട്ട് നിങ്ങൾക്ക് അത് ഓരോരുത്തരും നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ചായിരിക്കും പിക്ചർ വരച്ച് എഴുതിയിട്ടുണ്ടാവുക. ക്വസ്റ്റ്യൻ 6 2 parts ഉണ്ട്. അതിൽ A question, the functions of water plants are given below. Water in plants ആണ്. The functions of water in plants given below. Fill in the blanks. Functions of water in plants. പ്ലാന്റ്സിൽ വാട്ടറിന്റെ ഫങ്ഷൻ. ഫോട്ടോസിന്തസിന് വേണം. വേറെ എന്തൊക്കെ നമുക്ക് എഴുതാം? ഗ്രോത്ത്, വളർച്ചയ്ക്ക് വേണം. വളർച്ചയ്ക്ക് വേണം. പിന്നെയോ റെസ്പിറേഷൻ എഴുതണം. പിന്നെ ഇതല്ലെങ്കിൽ നമുക്ക് വേറെ എന്ത് എഴുതാം? മിക്സിംഗ് മിനറൽസ്, അതിന് വേണം. മിക്സിംഗ് മിനറൽസ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട് ടു അതർ പാർട്സ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സിന്റെ മറ്റു ഭാഗങ്ങൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ടു അതർ പാർട്സ് ഓഫ് പ്ലാന്റ്സ്. അത് നമുക്ക് ആവശ്യമായിട്ട്, ചെടിക്ക് ആവശ്യമായിട്ടുള്ള ധാതു ലവണങ്ങൾ സസ്യങ്ങളുടെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തിക്കുക. അതിനെന്താണ്? ഈ വെള്ളം വേണം. ചെടിക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് വെള്ളം വേണം. അപ്പോൾ എത്തിക്കാൻ വേണ്ടി അതിന് വേണ്ടിയിട്ട് വെള്ളം ആവശ്യമാണ്. ഗ്രോത്ത് എഴുതാം, റെസ്പിറേഷൻ എഴുതാം. അതുപോലെ തന്നെ ഈ ധാതു ലവണങ്ങൾ എത്തിക്കാൻ വേണ്ടിയിട്ട് അതിനും വെള്ളം വേണം, അതിന് വളരാൻ വേണ്ടിയിട്ട്. ഓക്കെ. സം ഇൻഫോർമേഷൻ ഫ്രം എ വാട്ടർ ടെസ്റ്റ് റിസൾട്ട് ഇസ് ഗിവൻ ബിലോ. കളർ ഇല്ല. ഓഡർ, മണം, യെസ് ഉണ്ട്. അപ്പോൾ വെള്ളം നല്ലതാണോ? ബാക്ടീരിയ, യെസ്. മണമുണ്ട് എന്ന് പറയുന്നുണ്ട്. Can this water be used for drinking? കുടിക്കാൻ പറ്റുമോ? No. Explain the reason. Find and write the correct statement of the following. The heart contains the most water in the human body.
ഹൃദയത്തിലാണ് കൂടുതൽ വെള്ളമുള്ളത്. ദ ബ്ലഡ് കണ്ടെയ്ൻസ് ദ മോസ്റ്റ് വാട്ടർ ഇൻ ഹ്യൂമൻ ബോഡി. ബ്ലഡിലാണ് കൂടുതൽ വെള്ളമുള്ളത്. ദ ബോൺസ് കണ്ടെയ്ൻ ദ മോസ്റ്റ് വാട്ടർ ഇൻ ദ ഹ്യൂമൻ ബോഡി. ദ ബ്രെയിൻ കണ്ടെയ്ൻസ് ദ മോസ്റ്റ് വാട്ടർ ഇൻ ദ ഹ്യൂമൻ ബോഡി. ഇത് നിങ്ങൾക്ക് തന്നെ എല്ലാവർക്കും ആൻസർ അറിയാം, എല്ലാവരും എഴുതിയിട്ടുണ്ടാവും. രക്തത്തിലാണ്, ബ്ലഡിലാണ്. ബി ക്വസ്റ്റ്യൻ ആണ്, ബി ആണ് ആൻസർ, ശരി ഉത്തരം. 6b നോക്കാം. വേരിയസ് സ്റ്റേജസ് ഓഫ് വാട്ടർ പ്യൂരിഫിക്കേഷൻസ് ആർ ഗിവൺ ബിലോ. റൈറ്റ് ദം ഇൻ ഓർഡർ. It permits impurities to settle. It filters large impurities. It destroys pathogens. It filters using different layered sieves. ഇതിൽ ഒന്നാമത് വരുന്നത് ഏതാണ്? ലാർജ് ഇമ്പ്യൂരിറ്റീസ് ആണ് ആദ്യം എന്ത് ചെയ്യുക? ഫിൽട്ടർ ചെയ്യുക. രണ്ടാമത് വരുന്നത് ഏതാണ്? രണ്ടാമത് ഇറ്റ് പെർമിറ്റ്സ് ഇമ്പ്യൂരിറ്റീസ് ടു സെറ്റിൽ. അത് അടിയിൽ താഴാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യും. മൂന്നാമത് എന്താ വരിക? ഇറ്റ് ഫിൽറ്റേഴ്സ് യൂസിങ് ഡിഫറെൻറ്റ് ലെയേർഡ് സർവേ. എന്നിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്യും? അരിച്ചു മാറ്റും പല ടെക്നിക്സ് ഉപയോഗിച്ച്. ലാസ്റ്റ് എന്താ? ഇറ്റ് ഡിസ്ട്രോയ്സ് പാത്തജൻസ്. ലാസ്റ്റ് പാത്തജൻസ് ഡിസ്ട്രോയ്സ് ചെയ്യും. The ability of object to float on water enable us to travel on a raft. Write two other situations where this ability is used. അത് നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും, പറയണ്ടല്ലോ ടീച്ചർ. Two statements related to water supply system are given below. Statement 1. Water from the rivers are purified and supplied to homes for drinking and other purpose. അത് എന്താണ്? പുഴയിലെ വെള്ളം പ്യൂരിഫൈ ചെയ്യുന്നു, എന്നിട്ട് വീടുകളിൽ കുടിക്കാനായിട്ട് എത്തിക്കുന്നു. വാട്ടർ ഫ്രം റിവേഴ്സ് ഇസ് പമ്പ്ഡ് ഡയറക്ട്ലി ടു ദ ഹോംസ്. റിവറിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് വീടുകളിൽ എത്തിക്കുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് കറക്റ്റ്? ഏതാണ് കറക്റ്റ്? രണ്ടാമത്തത് തെറ്റാണ്. അപ്പോൾ രണ്ടാമത്തത് തെറ്റെന്ന് പറയുമ്പോൾ സ്റ്റേറ്റ്മെന്റ് 1 ട്രൂ ആണ്. സ്റ്റേറ്റ്മെന്റ് 1 ഈസ് ട്രൂ, സ്റ്റേറ്റ്മെന്റ് 2 ഈസ് ഫോൾസ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു 5ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ക്വസ്റ്റ്യൻ പേപ്പർ. ഓവറോൾ ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നിങ്ങൾക്ക് ആലോചിച്ച് എഴുതാവുന്നത് ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾക്ക് ഈ ഒരുവിധം പഠിച്ച കുട്ടികൾക്ക് നല്ല ഈസി ആയിരുന്നിട്ടുണ്ട് എക്സാം. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു. കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നു. ഈ ഒരു ടേമിൻ്റെ ക്ലാസ് ഇപ്പോൾ കഴിയും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ടേം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG റെഗുലർ ക്ലാസ്സസ് കിഡ്സ് ഏരിയ ഓൺലൈൻ നൽകുന്നു. അത് സ്കൂളിൽ പോകാത്ത കുട്ടികൾക്കുള്ളതാണ്. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് UKGക്ക് ട്യൂഷൻ നൽകുന്നുണ്ട്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, മലയാളം റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ്സസ്, അത് ബേസിക് ക്ലാസ്സുകളാണ്. കുട്ടികൾക്ക് എഴുതുവാനും വായിക്കുവാനും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കൂട്ടി എഴുതുവാനും കൂട്ടി വായിക്കുവാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കുള്ള ക്ലാസ്സാണ്. ഇംഗ്ലീഷ് റീഡിംഗ് റൈറ്റിംഗ് ക്ലാസ് ഇപ്പോൾ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തു. ഈ ബാച്ച് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ബാച്ച് സ്റ്റാർട്ട് ചെയ്യുക. മലയാളം റീഡിംഗ് റൈറ്റിംഗിൻ്റെ ക്ലാസ് സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്യാനായി ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കാം. 9746487799. ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.